ഫിലിമാണ്. നല്ല കോമഡീസും ലൈക്ക് സിറ്റുവേഷണൽ കോമഡീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല റെസ്പോൺസ് ആയിരുന്നു. താങ്ക് യു. നിഖിലയുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ആരെയും നമുക്കൊരു കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഒക്കെയാണ്. ഇപ്പോൾ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഒരു തലവെച്ച പിള്ളേരൊക്കെയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തലവെച്ച പിള്ളേരെ കാണാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ട്രെയിലർ കണ്ടിട്ടില്ല. സോ അതെ ചിരിച്ച് ലൈക്ക് അതാ പറഞ്ഞത് സിറ്റുവേഷണൽ കോമഡീസും സർക്കാസ്റ്റിക് കോമഡി എല്ലാം വർക്ക് ആയിട്ടുണ്ട്. നല്ല മേക്കിങ്ങുമാണ്. നല്ല ചേട്ടൻ്റെ കാര്യത്തിൽ നിങ്ങളാ അനുഭവപ്പെട്ടു. ഞാൻ താമസിച്ചു. ഞാൻ കേട്ടോളൂ. എന്തായാലും OTT കണ്ടോളൂ. സന്തോഷമായി. ഓക്കെ, ബാക്കിയുള്ളവരുടെ പ്രകടനം നന്നായിരുന്നു. എടുത്തു പറയാനായിട്ട് ആരുടെയായിരുന്നു? അത് പിന്നെ മാളവികയും അതേപോലെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. ഓക്കെ താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഹ്യൂമറൊക്കെ വർക്കാണ്. ചെറിയ ഫീൽ ഗുഡ് എലമെൻറ്റ്സ് ഉണ്ട്. നന്നായിട്ട് തന്നെ വരുന്ന പ്രതീക്ഷിക്കുന്നു. അതായത് എന്ത് ജോണിൽ പോകണത്? കോമഡിയാണ് ഫുൾ കോമഡി ജോണറിൽ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്. ചേട്ടനെ ആണെങ്കിലും വിജയരാഘവൻ ചേട്ടനെ ആണെങ്കിലും അശോക് ചേട്ടനെ ആണെങ്കിലും ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന രസമുണ്ട്. ഒരു ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള സംഭവം തന്നെ ഭയങ്കര കോമഡി ആയിട്ട് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു ഇത് ഹ്യൂമറാണ്, പരിപാടിയുടെ വർക്കാവും. ഞാൻ ഇതിൻ്റെ റൈറ്ററുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിരാമായണമൊക്കെ എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഇഷ്ടം. അപ്പോൾ ആ ഒരു സ്വഭാവം ഇതിലും കാണാം. ആ ഒരു നാടും അതിലെ നാട്ടുകാരും ചെറിയ നർമ്മ സ്വഭാവമുള്ള നാട്ടുകാരും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് കുഞ്ഞിരാമായണത്തിലെ കൂടെ തന്നെ കുറച്ച് പത്ത് സ്വഭാവം നാട്ടുകാരുടെ ആ ഒരു അത് പറയുന്നത്. ഓക്കെ, എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ആ കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സെറ്റായിരുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഭയങ്കര രസമുള്ളൊരു സെറ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തതാണ്. പിന്നെ ചേച്ചീനെയൊക്കെ നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷൂട്ട് ടൈമായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്ക്രീനിൽ കാണുന്നു, ഒത്തിരി ആൾക്കാരുടെ കൂടെ അഭിനയിച്ച് എല്ലാവരെയും കൂടെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ 5-ാം തീയതി റിലീസാണ്. ഞങ്ങളൊക്കെ അത് വെയിറ്റിംഗ് ആണ്. ഒരു ഫുൾ കോമഡി ജോണറാണല്ലേ? ഹ്യൂമർ ടച്ച് കൊടുത്തിട്ടാണ് ദീപ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം ത്രൂ ഔട്ട് ഉണ്ട് ഹ്യൂമർ എലമെൻറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അറിയണ എൻജോയ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രഷർ കൊടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള വലിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ഇപ്പം എങ്ങനെ പറയാനുള്ളൂ പ്രഷർ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക്? എന്താ 5-ാം തീയതി ഇറങ്ങിയല്ലേ? 5-ാം തീയതി ഇത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വരുന്നൊരു സീരീസാണ്. പൊതുവെ സീരീസ് നമ്മൾ അങ്ങനെ കാണാറില്ല. അതായത് കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവും. പക്ഷേ ഇത്രയും ക്രൗഡ് ഇത് ഷൂട്ട് ചെയ്യാൻ ഒരു ടാസ്ക് തന്നെ ആയിരുന്നിരിക്കണം. അപ്പോൾ അത്രയും ആൾക്കാരുടെ എഫേർട്ട്, അത്രയും ആൾക്കാർക്ക് സ്പേസ് കൊടുത്തിട്ടുള്ളൊരു എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് ഈ ഒരു സീരീസ് സക്സസ് ആവട്ടെ. എല്ലാവരും കാണും. എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും പറയണം എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്രോ ഇഷ്ടപ്പെട്ടോ? അവരുടെ കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ ഒരു കോമഡി ജോണറാണോ? ഇല്ല, അതല്ലേ ചോദിച്ചേ. അത് ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഇത്ര കണ്ടത് മാത്രമേ ഉള്ളൂ. ബാലൻസ് എപ്പിസോഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് കൂടുതൽ റോൾസ് അതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്തൊരു സ്റ്റാർട്ടിങ് ആയിട്ടല്ലേ ഉള്ളൂ. കടയിൽ നിൽക്കുന്ന ഫ്രണ്ടായിട്ടുള്ള. അപ്പം അതിന് കൂടുതൽ റോൾസ് വരാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്? ഭാഷ തന്നെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ചേഞ്ച് പിടിച്ച് ചെയ്തതാണ്. എല്ലാവരും പറഞ്ഞതാണ്
തിരക്കുള്ള ഒരു താരത്തിലേക്ക് വരികയാണല്ലോ. ഈ സീരീസുകളുടെ ഇടയ്ക്ക് നിങ്ങളുടെ സീരീസ് ഉണ്ടാവും തലങ്ങാത്തൂരത്തിൻ്റെ അതെന്തായാലും ഇപ്പം സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? ഇതിലൊക്കെ സിനിമ ഉണ്ടാവില്ല, ഇതൊക്കെ കണ്ടത് അവരോടൊക്കെ ഇപ്പൊ എന്റെ ഉതളങ്ങാത്തുരത്തിന്റെ അപ്ഡേഷൻ ഉടനെ വരും. സിനിമ എഴുതിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നല്ല കോമഡിയും നല്ല എൻ്റർടൈൻ ചെയ്ത് എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു നല്ലൊരു സീരീസ് തന്നെയായിരിക്കും. കൂടെ അതിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാട്ടിൻപുറത്തിൽ നിഷ്കളങ്കനായ ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ളവരുടെ പ്രകടനം ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ടല്ല അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി എല്ലാവർക്കും നല്ല കോമഡി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ സീനിലും ഓരോ എനിക്കൊരു കോമഡി വന്നിട്ടുണ്ട്. എൻ്റർടൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഹൈറ്റ് എത്രയുണ്ട്? 6.5 ഹൈറ്റ്. സിനിമയിലേക്ക് ചാൻസുകൾ കൂടുതൽ കിട്ടുന്നതാണല്ലോ. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.